മൂപ്പരൊരു ലീഗ് വിരോധിയാണ് എന്ന് പൊതുവായിട്ട് ആളുകളുടെ ഇടയിൽ പ്രത്യേകം ശൈഖുനാ താജുൽ ഉലമയെ കുറിച്ച് ചാർത്താനും പറയാനും ഒക്കെ ഇടയാക്കിയത് ഈ സംഭവങ്ങളാണ്. ഭൂപരിഷ്കരണ നിയമം 1969 ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കപ്പെടുകയും നടപ്പാക്കപ്പെടുകയും ചെയ്യുന്നു 69-ലും 70-ലുമായിട്ട്. ആ ഭൂപരിഷ്കരണ നിയമം എന്ന് പറഞ്ഞാല് അതിൽ ശരയ്യായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ വലിയൊരു ആഘാതവും പ്രയാസവും ഇവിടെ സൃഷ്ടിച്ചത് ദക്ഷിണ കേരളത്തിലെ ഒന്നും മാതിരിയല്ല. നമ്മുടെ ഈ മലബാർ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വഖഫ് സ്വത്തുക്കളാൽ ബന്ധിതമായാണ് ദീനീ സ്ഥാപനങ്ങളൊക്കെയും ചലിക്കുന്നത്. വഖഫ് സ്വത്തുക്കളാണ് അതിനൊക്കെ ഉള്ളത്. ദർസിനായാലും പള്ളിക്കായാലും അറബി കോളേജിനൊക്കെ ആയാലും. പട്ടിക്കാട് ജാമിയ നൂരിയയുടെയും വണ്ടൂര് ജുമാഅത്ത് പള്ളിയുടെയും ജാമിയ വഹബിയയുടെയും ഒക്കെ, അപ്പൊ ജാമിയ വഹബി ഉണ്ടായിട്ടുണ്ട് അപ്പോഴേക്ക് 69 66 മുതൽക്ക്. ഇപ്പോ യഥാർത്ഥ ദർസിന്റെ സ്വത്തുകളൊക്കെ ജാമിയ വഹബിയുടെ സ്വത്തായി മാറിയിട്ട് ആ കോളേജുകളടക്കം നമ്മുടെ നാട്ടിലെ പ്രദേശങ്ങളിലുള്ള എല്ലാ പള്ളികളുടെയും മദ്രസകളുടെയും വഖഫ് സ്വത്തുക്കള് കുടിയാന്മാര് ആൾക്കാർ വാങ്ങിങ്ങാണ്ട് പാട്ടത്തിന് നടത്തുന്നവരല്ലേ, ആ ആൾക്കാർക്ക് എഴുതി കൊടുക്കുന്ന കൂട്ടത്തില് ഇതൊക്കെ എഴുതി കൊടുക്കാനുള്ള വഖഫ് സ്വത്തുക്കൾ അതിന് ഒഴിവാക്കിയില്ല. അപ്പൊ വഖഫ് സ്വത്തുക്കൾ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ അവർകൾ പിന്നീടുള്ള 69-ലെയും 70-ലെയും 71-ലെയും ലക്കങ്ങളിലെല്ലാം പ്രധാനമായി ശബ്ദം മുഴക്കുന്നത്. എഴുത്തുകളൊക്കെ അതാ. അക്കാലത്ത് ശൈഖുനാ അവറുകൾ നേരിട്ട് ബഹുമാനപ്പെട്ടവരുടെ ഉപദേശപ്രകാരം കേൾക്കുന്നവരെ കൂട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കി, വഖഫ് രക്ഷാസംഘം. രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ എന്നുള്ള ആൾക്കാർ ഞാൻ പറയുന്നത്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാത്രമല്ല. കേരള വഖഫ് രക്ഷാസംഘം. ഈ വഖഫ് രക്ഷാസംഘം എന്ന സംഘത്തിന്റെ മുന്നണി പോരാളിയായി ഇറങ്ങിയത് ബഹുമാനപ്പെട്ട നമ്മളിപ്പോ സംസാരിക്കുന്ന ബീരാകുട്ടി മൊയ്ലിയുടെ ഉസ്താദ് OKM ബാപ്പു മുസ്ലിയാർ അവറുകളാണ് പ്രധാനമായിട്ടും ഇറങ്ങിയത്. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണിത്. വഖഫ് രക്ഷാസംഘം തരുന്നത് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ. വാസ്തവത്തിൽ അന്നത്തെ മന്ത്രിസഭയിൽ പങ്കാളികളായിട്ടുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള മന്ത്രിസഭയാണിതാകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സമുദായ പാർട്ടിയെയും സമുദായ സംഘടന എന്നുള്ളവർക്കും എതിർക്കേണ്ടി വരുമ്പോൾ നല്ലോണം പറയേണ്ടി വരുമല്ലോ. സ്വന്തത്തെ പറയുമ്പോൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ആ കാലത്ത് അങ്ങനെ പറയേണ്ടി വന്നൊരു പ്രശ്നമുണ്ട്. മൂപ്പരൊരു ലീഗ് വിരോധിയാണ് എന്ന് പൊതുവായിട്ട് ആളുകളുടെ ഇടയിൽ പ്രത്യേകം ശൈഖുനാ താജുൽ ഉലമയെ കുറിച്ച് ചാർത്താനും പറയാനും ഒക്കെ ഇടയാക്കിയത് ഈ സംഭവങ്ങളാണ്. മറ്റു പ്രധാനപ്പെട്ട സംഭവങ്ങളൊന്നും രാഷ്ട്രീയ വിഷയത്തിലൊന്നും മൂപ്പർ അങ്ങനെ കാര്യമായിട്ട് ഇടപെടല്ല. നല്ല വീക്ഷണമുണ്ട്, നല്ല ബോധമുണ്ട്.